നാടിനെ നടുക്കിയ ഒരു ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് കൊടശ്ശേരി മലയുടെ താഴ്വാരം. ചൂടിൽ നിന്ന് ആശ്വാസം തേടി ജനൽ തുറന്നിട്ട് ഉറങ്ങിയ ഒരു കുടുംബത്തിന്റെ സന്തോഷത്തിലേക്കാണ് ആ വെള്ളിക്കെട്ടൻ പാമ്പ് ഇഴഞ്ഞെത്തിയത്. 8 വയസ്സുകാരൻ ആൽജോയുടെ ജീവൻ കവർന്നെടുത്ത ആ രാത്രിയുടെ നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടുത്ത ചൂടായതിനാൽ ജനലുകൾ തുറന്നിട്ടാണ് കുടുംബം കിടന്നുറങ്ങിയിരുന്നത്. വീടിന് മുന്നിലെ പർഗോളയിൽ ഗ്ലാസുകൾ ഇട്ടിരുന്നില്ല. ഇതിനോട് ചേർന്ന് മനോഹരമായി പടർന്നു നിൽക്കുന്ന മുന്തിരിവള്ളികളുണ്ട്. ചുവരിലൂടെ ഇഴഞ്ഞുകയറാൻ വൈദഗ്ധ്യമുള്ള ഇനം പാമ്പാണ് വീടിനുള്ളിൽ കയറിയത്. പർഗോള വഴിയോ മുന്തിരിവള്ളികളിൽ തൂങ്ങിയോ ആകാം പാമ്പ് അകത്തെത്തിയതെന്നാണ് പ്രാഥമികമായ നിഗമനം. വീടിനോട് ചേർന്ന് 300 മീറ്ററോളം റബ്ബർ തോട്ടമാണ്. അതുകഴിഞ്ഞാൽ വനമേഖലയും. കോടശ്ശേരി മല എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് നാഗത്താൻ പാറ. വനപ്രദേശമായതിനാൽ ഇവിടെ പാമ്പുകളെ കാണുന്നത് പതിവാണെന്നും അടുത്ത ദിവസങ്ങളിൽ പരിസരത്ത് പാമ്പിൻ കുട്ടികളെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ആർക്കും കടിയേറ്റതായി കേട്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു. കിടന്നുറങ്ങിയ സമയത്തുണ്ടായ ദുരന്തം വിശ്വസിക്കാനാകാത്ത അമ്പരപ്പിലായിരുന്നു നാട്ടുകാരെല്ലാവരും. നാട്ടുകാരുടെ പ്രിയങ്കരനായ ആൽജോയെക്കുറിച്ച് അയൽവാസി സുനന്ദയ്ക്ക് പറയാനുള്ളത് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ്. മിടുക്കനായിരുന്നു അവൻ. ശനിയാഴ്ച രാത്രി 8 മണിക്ക് പള്ളിയിലെ ചടങ്ങുകൾ കഴിഞ്ഞ് വന്നപ്പോഴും വീട്ടിൽ വന്നിരുന്നു. ഇൻസുലിനും തണുത്ത വെള്ളവും എടുത്ത് നാളെ വരാം എന്ന് പറഞ്ഞാണ് അവൻ പോയത്. അത് അവസാനത്തെ യാത്രയാകുമെന്ന് കരുതിയില്ല. ഒരു വശത്ത് പ്രിയപ്പെട്ട മകൻ ആൽജോയുടെ മരണം, മറുവശത്ത് പാമ്പുകടിയേറ്റ മൂത്ത മകൻ അനോഷിന്റെ ജീവനായുള്ള പോരാട്ടം. എന്തു ചെയ്യണമെന്നറിയാതെ സിൽജോ തകർന്നു നിൽക്കുകയാണ്. മകന്റെ വിയോഗം താങ്ങാനാവാതെ അമ്മ ജോൺസി ആശുപത്രിയിൽ തളർന്നു വീണു. 9ാം ക്ലാസ്സുകാരിയായ സഹോദരി ഏഞ്ചൽ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മുക്തയായിട്ടില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-നാണ് ബന്ധുവിന്റെ പൗരോഹിത്യ ജൂബിലിക്കായി കുടുംബസമേതം പോകുന്നത്. അതുവരെ ആൽജോയും ജ്യേഷ്ഠൻ അനോഷും സുനന്ദയുടെ വീട്ടിൽ തന്നെയായിരുന്നു. രാത്രി 8-ന് പരിപാടി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷവും ഇവരുടെ വീട്ടിലേക്ക് വന്നു. സുനന്ദയുടെ വീട്ടിലെ ഫ്രിഡ്ജിലാണ് അച്ഛൻ സിൽജോയ്ക്കും അമ്മ ജോൺസിക്കുമുള്ള ഇൻസുലിൻ സൂക്ഷിക്കുന്നത്. അത് വെച്ച് തണുത്ത വെള്ളവുമെല്ലാം എടുത്ത് കളിക്കാൻ നാളെ വരാമെന്ന് പറഞ്ഞാണ് ശനിയാഴ്ച രാത്രി മടങ്ങിയത്. തൊട്ടപ്പുറത്തെ തറവാട്ട് വീട്ടിൽ സിൽജോയെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ പെടാപ്പാടുപെടുകയായിരുന്നു കൂട്ടുകാർ. ഒരു ഭാഗത്ത് മകന്റെ വിയോഗത്തിലെ ദുഃഖം, മറുഭാഗത്ത് മൂത്ത മകന്റെ ജീവൻ തിരിച്ചുപിടിക്കാനുള്ള പ്രാർത്ഥനയും. പ്രതീക്ഷയ്ക്ക് വക നൽകി കൂട്ടുകാരോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് മാത്രം തളരാതെ നിൽക്കുകയായിരുന്നു സിൽജോ. സങ്കടം താങ്ങാനാകാതെ അമ്മ ജോൺസി തളർന്നു വീണ് ആശുപത്രിയിലും ആൽജോയുടെ മൂത്ത സഹോദരി 9ാം ക്ലാസ്സുകാരി ഏഞ്ചൽ സുനന്ദയുടെ വീട്ടിലുമാണ്. ചികിത്സയിലുള്ള അനോഷിന്റെ ഇടത്തെ ഉള്ളൻ കാലിലും കടിയേറ്റ പാടുണ്ട്. മൂത്ത മകളായ ഏഞ്ചൽ വെള്ളിക്കുളങ്ങരയിലെ അമ്മയുടെ വീട്ടിലായിരുന്നു. കടമ്പോട് ALPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആൽജോ. സംസ്കാരം തിങ്കളാഴ്ച 3-ന് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ നടക്കും. കുട്ടികൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു പാമ്പുകടിയേറ്റത്. തലയണയുടെ അടിയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. നാട്ടുകാർ പാമ്പിനെ തല്ലിക്കൊല്ലുകയും ചെയ്തു.